ഹലോ, ഇന്നിപ്പോൾ ഞാൻ മേടെ പോകുന്നില്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ കുറേ ആൾക്കാർ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും അങ്ങനെ ഹോട്ടലിലേക്ക് എടുക്കും, ഫുഡ് കഴിക്കാനെടുക്കും വരുന്ന ഒരു നല്ല കാണാൻ പറ്റിയ നല്ല സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. വേറെ എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ പോകുന്നതിന്. വേറെ എവിടെ അല്ല, ഓളിയംതിരുത്തി എക്കോ വില്ലേജ്. പിന്നെ എടുത്ത് പറയാനില്ലെങ്കിൽ അതിൽ പോകുന്ന പോയി എന്തോ ഒരു പാങ്ങന്നെ. ആ റോട്ടിലാവുക ഐജണി റോട്ടിലെല്ലാം പോകാൻ വേറെ തന്നെ പാങ്ങാവാ. മാഷാള്ള എന്തോ ഒരു പാങ്ങന്നെ. അങ്ങനെ ഞാൻ എരിഞ്ഞു പോയി പാലത്തിലേക്ക് എത്തി. അപ്പോൾ പാലത്തിൽ എന്തെങ്കിലും മഴയെല്ലാം വരുന്നുണ്ടില്ല, നല്ല വെള്ളം ഉണ്ട് കേട്ടോ. പോയാൽ ഏത് ബാളിലാരും നല്ല സ്പീഡിലുള്ള ബാളിലാവുന്നുണ്ട്. അതെല്ലാം നോക്കി അതെല്ലാം ആസ്വദിച്ചിട്ട് നമ്മൾ എത്താനായി. അങ്ങനെ പോളിയന്തിരത്തിലേക്ക് ആ റോട്ടിലേക്ക് നമ്മൾ കയറി. ഇനി അടുത്തൊരു കാഴ്ച കാണാലോ. എന്തിൻ്റെ റോഡ് ചെറിയ റോഡാവും, നല്ല റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലോട്ട് നല്ല റോഡ്. പക്ഷെ എന്തോ ഒരു പാങ്ങനെയില്ല പോകാനാവേ. പക്ഷെ എന്തായാലും നിങ്ങൾ പറഞ്ഞു ഈ വേറെ ഇങ്ങോട്ടേക്ക് വരാത്താളുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരണം. എന്തെങ്കിലും അത്ര നല്ല വൈബുള്ള സ്ഥലമാണ്. ഒന്നാമത് എന്തെങ്കിലും പോകാൻ എന്തോ ചെറിയ റോഡും കാര്യങ്ങളായിട്ട് പിന്നെ നല്ല റബ്ബർ തോട്ടം എന്തെല്ലോ ഉണ്ട് കാണാനാവേ. നിങ്ങൾ എന്തെങ്കിലും കാണാത്ത ആളുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും വരണം. എന്തോ ഒരു പാങ്ങുണ്ട്. അങ്ങനെ ഞാൻ പോളിയന്തിരത്ത് വില്ലേജിലേക്ക് എത്തി. അങ്ങനെ ആ എത്തുമ്പോൾ എന്തെങ്കിലും മുകളിൽ ഭയങ്കര ഇറക്കായത് കൊണ്ടില്ല, ഞാൻ വണ്ടി മുകളിൽ തന്നെ വെച്ച് എന്നിട്ട് നടന്നിട്ട് പോയി. അതൊരു വൈബല്ലേ നടന്നിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ രണ്ടാളും താഴെ ഇറങ്ങിയിട്ട് നടന്ന്. പിന്നെ എന്ത് കഥ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവിടെ വരണം, അങ്ങനെ ഇവിടെ എൻട്രി പാസ് എടുക്കണം. എൻട്രി പാസിൽ ഒരാൾക്ക് 100 രൂപയാണ്, അങ്ങനെ രണ്ടാൾക്ക് 200 രൂപയായി. അതെന്തെങ്കിലും എൻട്രി പാസ് കൊടുക്കുന്നതിലും പ്രശ്നമില്ല. എന്തെങ്കിലും അങ്ങ് അത്ര ഉണ്ട് കാണാൻ, നല്ല കാണാനുണ്ട്. നമ്മളിപ്പോൾ 100 പോയി നിറഞ്ഞിട്ട് പഠിക്കാനില്ല, എന്തായാലും നമ്മൾ 100 കൊടുത്തെങ്കിൽ ലാഭമില്ല. എന്തെങ്കിലും അങ്ങനത്തെ നല്ല കാര്യങ്ങൾ കാണാൻ എന്തോ ഒരു പാങ്ങന്നെ. പിന്നെ ഫസ്റ്റ് തന്നെ കിട്ടുന്ന നല്ല തൂക്കുപാലാണ്. എന്തോ ഒരു പാങ്ങ ആ തൂക്കുപാലത്തിൽ പോകാൻ. ഒന്നാമത് എന്തെങ്കിലും എറിഞ്ഞ് പോയ പാലത്തിന് നമുക്ക് കണ്ടിട്ട് വെള്ളം ഇട്ട് വരുന്നത് അതേ വെള്ളമാണ് ഇതിലും കൂടി പോകുന്നത്. എന്തോ ഒരു പാങ്ങന്നെ. നിങ്ങൾ എന്തായാലും ഒരിക്കലും എന്തായാലും പിന്നെ എന്ത് പറഞ്ഞെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ട്. എന്തെങ്കിലും ചെറിയൊരു പുള്ളുണ്ടെങ്കിൽ ആ പിള്ളേർ കണ്ട് കളിക്കാൻ. എൻ്റെ മോന് അവിടെ എത്തിയ പാടുന്നൊരു പാച്ചില്ല, അതിൽ കയറിട്ട് ഞാൻ അതിലേക്ക് കയറ്റി. പിന്നെ അവനെ വിടുന്നേ ഇല്ല, പിന്നെ എല്ലാത്തിനും കിട്ടണം. അങ്ങനെ ഞാൻ എന്തായാലും എല്ലാത്തിനും ഇരുത്തി. പിന്നെ എന്തെങ്കിലും ഞാൻ 100 കൊടുത്തിട്ട് വന്നല്ല, അപ്പോൾ അതിൻ്റെ മുതലാക്കണ്ടേ. അങ്ങനെ ഞാൻ എന്തായാലും അവർക്ക് മതിയോളം നമ്മൾ ഫുള്ള് പോയിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം എല്ലാം ബാക്കിയെല്ലാം നോക്കണം, കാണാൻ കുറേ ഉണ്ടല്ലോ. അങ്ങനെ ഫുള്ള് നോക്കാൻ വേണ്ടി അടുത്ത ഏരിയക്കെല്ലാം പോയി. കുറച്ചും കൂടി നിങ്ങൾ കാണും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മടുക്കും, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കാണും. പിന്നെ നമ്മൾ കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വരുമ്പോഴേ മെയിൻ സ്ഥലത്തേക്ക് എത്തി. എന്തെന്ന് പറഞ്ഞാൽ വില്ലേജ്. എന്തോ ഒരു പാങ്ങന. വീണ്ടും ഉള്ളതാണ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഇന്ന് പിന്നെ എന്തെങ്കിലും നമ്മൾ ഒന്നാമെന്നില്ലെങ്കിൽ ബുധനാഴ്ചയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ആളില്ലാത്തത്. ഞായറാഴ്ച വരുന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാർ കേട്ടോ. പിന്നെ എന്താണ് ഉച്ചക്ക് മെയിൻ എന്തില്ലെങ്കിൽ ഇവിടെ ഹോട്ടലിലേക്ക് ഉച്ചക്ക് വരുന്നത്, ഉച്ച ടൈമിലല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര തിരക്കുണ്ടാകും ഉച്ച ടൈമിൽ. നമ്മൾ ഇതൊന്നാതില്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പിന്നെ ബുധനാഴ്ച ടൈമൊക്കെ, അതുകൊണ്ടാണ് ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഞാൻ കുഞ്ഞുവലിയോട്ട് നടന്ന് ഈ ഒരു കാണുന്ന സ്ഥലമല്ലേ, ഇതാണ് ദൂരി കാണാൻ. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോയിൽ മനസ്സിലാകും, പക്ഷേ എന്തോ ഒരു വന്നിട്ട് കാണാൻ പറ്റുമോ നല്ല സ്ഥലമാണ്. എന്തെങ്കിലും നല്ല ആംബിയൻസും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പോൾ എന്തോ ഒരു പാങ്ങല്ല. അത് പിന്നെ പറഞ്ഞറിയാൻ അതിൻ്റെ വന്നിട്ട് തന്നെ അനുഭവിക്കണം. ഇന്നത്തെ മതി ഒന്ന് നിങ്ങൾ കാണാം, എല്ലാം ചുറ്റിപ്പറ്റി കാണും നിങ്ങളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.